അങ്ങനെ നമ്മുടെ ദേവി മീനുവിനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ അവസ്ഥ വീട്ടിൽ എല്ലാവരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്നെ അവിടേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മീനു പറയുന്നുണ്ട് ഏടത്തി ഇപ്പോൾ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ, കുറച്ച് ദിവസം കഴിയട്ടെ, എന്തായാലും ഞങ്ങൾ ഏടത്തി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവി മീനു യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട് എന്നെ മറക്കരുതേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മീനു പറയുന്നുണ്ട് ഏടത്തി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, ഏടത്തി വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അച്യുതൻ ധർമ്മനോട് പറയുന്നുണ്ട് നാളെയാണ് കടയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നാളെയോ ചോദിക്കുന്നുണ്ട്. അതെ, എവിടെയായിട്ടാണ് കട വരുന്നത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ധർമ്മൻ. ആ സമയത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട് ബാലൻ്റെ കടയുടെ തൊട്ടടുത്താണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ സ്ഥലത്ത് കട വരുന്നത് എന്തൊക്കെയോ ഒരു തൃപ്തിക്കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുകന്യ ചോദിക്കുന്നുണ്ട് എന്തേ കടയുടെ പേര് അമ്മയുടെ പേര് അതുകൊണ്ടാണോ തൃപ്തിക്കുറവ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ധർമ്മനെ ദേഷ്യം വന്നിട്ട് സുകന്യ അടിക്കാൻ പുറപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ധർമ്മനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇത് ഞാൻ പോയിട്ട് ബാലേട്ടനെ അറിയിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ മെല്ലെ പോകുന്നുണ്ട് രാത്രി. പക്ഷെ അവനെ അറിയിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ മിത്രി മീനും കൂടി നമ്മുടെ ദേവീനെ ഇങ്ങനെ ഫോൺ വിളിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോമതി പെട്ടെന്ന് ആ റൂമിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോമതി മീനുവിനോട് ചോദിക്കേണ്ടത് നീ ആരോടാ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നതെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ മീനു പറയേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടാ അമ്മേ എന്നൊക്കെ പറയേണ്ടത്. ആ സമയത്ത് ഞാൻ ഫ്രണ്ടാന്നല്ലല്ലോ കേട്ട, ഏടത്തിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മീനു കുടുങ്ങിയ അവസ്ഥയാണ്. നമ്മുടെ മിത്രയാണെങ്കിൽ എന്താ പറയേണ്ടത് അറിയാതെ നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.